പക്ഷെ വേറൊരു സത്യമുള്ളത്, ഗ്രഹനിലയൊക്കെ എത്ര നന്നായിട്ടാണെങ്കിൽ പോലും ഭൂരിപക്ഷം ഈ പറഞ്ഞിരിക്കുന്ന ഓരോ നക്ഷത്രത്തിനും പറഞ്ഞിരിക്കുന്ന ഗുണത്തേക്കാൾ ഉപരി ദോഷങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഫലിക്കുന്നതായിട്ട് അവരുടെ സ്വഭാവത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ചില നക്ഷത്രങ്ങൾക്ക് ഗുരുനിന്ദ പറയുന്നുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ചിലർക്ക് തസ്കര സ്വഭാവം വരുന്നവരുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ അതിന് അനുയോജ്യമായ സന്ദർഭങ്ങളെന്ന് പറയാം, അവിടെ വെച്ചത് അവർ ആ ഭാവം എടുക്കും. സഞ്ജയൻ സർ, ജന്മനക്ഷത്ര ദോഷങ്ങൾ ഇത് അകറ്റാനായിട്ടുള്ള ഒരു പരിഹാരം എന്താണ്? ജന്മനക്ഷത്ര ദോഷങ്ങൾ, ഓരോ നക്ഷത്രത്തിനും ഓരോ ജന്മസിദ്ധമായിട്ട് ദൂഷ്യഫലങ്ങളുണ്ട്, അവയെ പരിഹരിക്കുക, അതല്ലേ ചോദിച്ചേ? അങ്ങനെ നോക്കുമ്പോഴിപ്പോൾ എല്ലാ നക്ഷത്രത്തിൻ്റെയും അതിൻ്റെ പൊതുവായിട്ടുള്ള ശ്ലോകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് ഇന്ന സ്വഭാവങ്ങൾ കാണും. ഇപ്പോൾ അശ്വതിക്ക് ചഞ്ചല സ്വഭാവം, അസത്യവാദി, ഇങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ ഓരോന്നിനും അങ്ങോട്ട് ഭരണിക്ക്, കാർത്തികയ്ക്ക്, രോഹിണിക്ക് ഇങ്ങനെയൊക്കെയുണ്ട്. പിന്നെ കള്ളം കാണിക്കുന്ന സ്വഭാവമുള്ളവർ, ഇങ്ങനെയൊക്കെ ഓരോന്നിനും ഗുണവും ദോഷവും ആ നക്ഷത്രങ്ങൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ പരിഹരിക്കുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? പക്ഷെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ പൊതുവായി ഓരോ നക്ഷത്രത്തിനും ശ്ലോക രൂപത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഗുണവും ദോഷവും ഉള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഗുണമാണോ അവർക്കുള്ളത്, ദോഷമാണോ ഉള്ളത് നമ്മൾ നോക്കി കാണണം. അശ്വതി നക്ഷത്രത്തിന് ഇങ്ങനെ ഒരു സ്വഭാവം പൊതുവെ പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്, എല്ലാ അശ്വതിക്കാരും അങ്ങനെയാണെന്ന് പറയാനൊക്കെ ഇല്ല. അതുപോലെ ഓരോ നക്ഷത്രത്തിനും ഗുണവും ദോഷവും അതിൽ തന്നെ ഇരിപ്പുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെ. അപ്പോൾ അതെല്ലാം നടപ്പിലാവുന്നില്ല. ചിലതൊക്കെ നടപ്പിലാകും, ചിലർക്ക് നടപ്പിലാവാതിരിക്കാം. പിന്നെ ഗ്രഹനിലയുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ വരാതിരിക്കും. പക്ഷെ വേറൊരു സത്യമുള്ളത്, ഗ്രഹനിലയൊക്കെ എത്ര നന്നായിട്ടാണെങ്കിൽ പോലും ഭൂരിപക്ഷം ഈ പറഞ്ഞിരിക്കുന്ന ഓരോ നക്ഷത്രത്തിനും പറഞ്ഞിരിക്കുന്ന ഗുണത്തേക്കാൾ ഉപരി ദോഷങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഫലിക്കുന്നതായിട്ട് അവരുടെ സ്വഭാവത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് വന്നിരിക്കും എന്നാണ്. ഇപ്പം ചില നക്ഷത്രങ്ങൾക്ക് ഗുരുനിന്ദ പറയുന്നുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ചിലർക്ക് തസ്കര സ്വഭാവം വരുന്നവരുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ അതിന് അനുയോജ്യമായ സന്ദർഭങ്ങളെന്ന് പറയാം, അവിടെ വെച്ചത് അവർ ആ ഭാവം എടുക്കും, കാണിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾക്കതിന് കുറ്റം പറയാനൊക്കെ ഇല്ല, ഈ സാഹചര്യത്തിൽ ചെയ്തേ ഒക്കൂ. ആ സന്ദർഭത്തിൽ ഇവരെത്തിപ്പെടുമ്പോൾ ഇവർ ചെയ്യുകയും ചെയ്യും, മറ്റുള്ളവർക്ക് ചെയ്യാനൊക്കെ ഇല്ല, കാരണം അവർക്കത് പറഞ്ഞിട്ടില്ല നക്ഷത്ര സ്വഭാവം. പിന്നെ ചിലർക്ക് ഈ നക്ഷത്രങ്ങൾക്ക് ഓരോ നക്ഷത്രത്തിനും പറഞ്ഞിരിക്കുന്ന ഗുണദോഷ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ദോഷ സ്വഭാവമോ ഗുണസ്വഭാവമോ ഏറിയും കുറഞ്ഞിരിക്കുന്നതിനെ പരിഹരിക്കാൻ നമ്മൾ ഇഷ്ടദേവതോപാസനയും മറ്റു കാര്യങ്ങളും പറഞ്ഞവരെ മുന്നോട്ട് നയിക്കും. അവരോട് ഈ ദോഷങ്ങളൊന്നും പറയാൻ പോകില്ല. പക്ഷെ നമ്മൾ ജ്യോതിഷം പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഓരോ നക്ഷത്രത്തിനും പൊതുവായിരിക്കുന്ന കുറേ ദൂഷ്യഫലങ്ങൾ അവർ വരുമ്പോൾ തന്നെ അവരിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണ് പെരുമാറാൻ തുടങ്ങുന്നത് പോലും. ജീവിതത്തിൽ ജ്യോതിഷം നോക്കുമ്പോഴല്ല, ജീവിതത്തിൽ ഓരോ വഴിക്ക് വെച്ച് കണ്ടുമുട്ടുമ്പോഴും ഓരോ കാര്യങ്ങളിൽ കൂട്ടമായി ഇടപെടുമ്പോഴും ഒക്കെ നമ്മൾ ആ ജാഗ്രത കുറേ പാലിക്കും. അവർക്ക് അങ്ങനെയില്ല, ഇങ്ങനെയൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിയായിരിക്കാം, ഇപ്പോൾ നിലവിലില്ലായിരിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു ദശയുടെ ഏതെങ്കിലും ഒരു അപഹാരത്തിൽ വെച്ച് ഈ നക്ഷത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ദൂഷ്യഫലം, അയാളുടെ നക്ഷത്രത്തിനേക്കായി മാത്രം പറഞ്ഞിരിക്കുന്ന ദൂഷ്യഫലം ഒരംശമെങ്കിലും തലപൊക്കാതിരിക്കുകയില്ല. അതായത് അയാളുടെ മൊത്തത്തിലുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇത് എങ്കിലും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നമ്മൾ അതിനെ സാച്ചുറേറ്റ് ചെയ്യുന്ന, അതിനെ നമ്മൾ ലഘൂകരിക്കുന്ന ഒരു അടുത്ത പോയിന്റ് ഇതാണ്. ആ ഒരു രീതി അവിടെ കാണിച്ചാലേ ഗുണകരമാവുകയുള്ളൂ. അതുകൊണ്ട് അത് കാണിച്ചത് ഗുണകരമായി. അപ്പോൾ അയാളുടെ ആ ദുസ്വഭാവം അവിടെ ഗുണകരമായി മാറിയില്ലേ, ഉർവശി ശാപ ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ വരും. അതായത് അദ്ദേഹം ആ ഒരു കാലഘട്ടം കടന്നു പോയേ മതിയാവും. അല്ല, ആ ഒരു സന്ദർഭത്തിൽ അയാൾ ആ സ്വഭാവം കാണിച്ചത് കൊണ്ട് വലിയ വലിയ പുകിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോഴയാളുടെ ആ ദുസ്വഭാവം അവിടെ ഗുണകരമായില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനെ നമുക്കതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ ദോഷകരമായും വരുന്നതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അസത്യവാദം, ചിലർ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങോട്ട് വയ്ക്കുക. അല്ലെങ്കിൽ ചിലർക്ക് അസൂയ ജനകീയമാണ് ചില നക്ഷത്രത്തിൽ. അപ്പോൾ ചിലർക്കാണെങ്കിൽ അലസത മാക്സിമം ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഗ്രഹനിലയുടെ പ്രത്യേകത കൊണ്ട് ആ അലസത നക്ഷത്രപ്രകാരം പറഞ്ഞത് വന്നു കാണത്തില്ലായിരിക്കാം. എങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ അലസത വന്നു കൂടായികയില്ല. അപ്പോഴൊരു പക്ഷേ ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് ആ അലസത ഇയാളെ ഏതെങ്കിലും ഒരു കാലത്തിൽ രക്ഷിക്കാനിടയായത് എങ്കിലോ
ഓ ഇന്നിപ്പോൾ പോകണോ, ഇന്ന് പോകുന്നില്ല, ഞാൻ നാളെ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു മഹാദുരന്തം, ഒരു വാഹനാപകടമോ ഒരു വലിയ കൊലപാതകമോ ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തമോ ഒക്കെ വരാതെ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിൽ അയാളുടെ ഗ്രഹം നക്ഷത്രം അനുസരിച്ചുള്ള ദൂഷ്യ സ്വഭാവം ഗുണകരമായില്ലേ എന്ന് മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും അത് ഫലിച്ചതേ ഉള്ളൂ, ഏതോ ഒരു സന്ദർഭത്തിൽ അത് വന്നതേ ഉള്ളൂ. കാരണം മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം ആ ജാതകത്തിലെ വിശേഷാൽ അയാൾക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ആ അലസതയില്ലായിരുന്നു. പക്ഷേ അയാൾക്ക് ഏതോ ഒരു ജീവിതത്തിൻ്റെ ഏതോ ഒരു സന്ദർഭത്തിൽ ഏതോ ഒരു ദശാപഹാര സന്ധിയിൽ എവിടെയോ വെച്ച് ആ അലസത വന്നു. പക്ഷേ ആ അലസത വന്ന എന്തിനായിരുന്നു? ഒരു ഗുണം ഉണ്ടാക്കാനായിരുന്നു, ഒരു വിപരീത ഫലത്തെ ഒഴിവാക്കാനായിരുന്നു. അപ്പോൾ അത് ഗുണമായി. നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശം ചിന്തിക്കണം. എന്നാൽ ചിലർക്ക് ഈ വല്ലപ്പോഴുമായിട്ടെങ്കിലും വന്നു കയറുമ്പോൾ അത് ദോഷകരമായി തന്നെ പ്രകടമായി മറ്റുള്ളവർക്കും അവർക്ക് തന്നെയും നാശം വരുത്തി വയ്ക്കുന്നതായിട്ടാണ് കാണാറ്. ഇത് രണ്ടും കാണാം. നമ്മൾ അത്രയും സൂക്ഷ്മദൃക്കായിരിക്കണം ഇതെങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഓരോ നക്ഷത്രക്കാരും ഇത് ഇന്ന നക്ഷത്രക്കാരനാണ് അല്ലെങ്കിൽ ഇന്ന നക്ഷത്രക്കാരിയാണ് എന്നോട് വന്ന് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തൊട്ട് അവരുടെ നക്ഷത്ര ദോഷങ്ങൾ, മുമ്പേ പറഞ്ഞ പോലെ പൊതുദോഷങ്ങൾ ഇപ്പോഴവർക്ക് പ്രകടമല്ല എങ്കിൽ പോലും ഒരുപക്ഷെ ജാതകത്തിൻ്റെ പ്രത്യേകതയാൽ ഒരിക്കലും പ്രകടമാകാൻ പോകുന്നില്ലാത്ത വണ്ണം രമ്യമായ ഗുണകരമായ ജാതകമാണ് എങ്കിൽ പോലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദശാപഹാര സന്ധിയിൽ എവിടെയെങ്കിലും വെച്ചത് ശകലമെങ്കിലും വന്നു കൂടായികയില്ലല്ലോ. അത് നമ്മളോടുള്ള പെരുമാറ്റത്തിനിടയിൽ വന്നിട്ട് നമുക്കും കൂടെ ഒരു നാശം ഉണ്ടാക്കിയാലോ. അതുകൊണ്ട് അത് വരാതിരിക്കത്തക്ക വിധത്തിലും കൂടി ഒരു മറുകൃതിയോടുകൂടി ഒരു നീക്കത്തോടുകൂടിയേ നമ്മൾ അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതിൽ ഒരു ജാഗ്രത വയ്ക്കാവൂ. അത്രയും വേണം. ഇങ്ങനെ ഒരു സംഭവം ആ നക്ഷത്രത്തിനുണ്ട്, ഇവർക്ക് ആ സ്വഭാവമേ ഇല്ല, ഇനി വരാനും വഴിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്തിൻ്റെ ഏതോ ഒരു മുക്കിനും മൂലയ്ക്കും വെച്ച് ആ സ്വഭാവം വന്നാൽ വരുന്നതിനെ പ്രതിരോധിക്കണ്ട, അത് ഗുണകരമായി വരാം. ചിലപ്പോൾ ദോഷകരമായിട്ടാണ് വരുന്നതെങ്കിൽ അത് ഞാനും കൂടി ഇരിക്കുന്ന സമയത്ത് എൻ്റെ മണ്ടയ്ക്കേക്കാണ് വരാൻ പോകുന്നതെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ ആ ദോഷ സ്വഭാവം ഒരു അംശമെങ്കിലും പ്രകടമായിട്ട് അവർ തന്നെ പിന്നീട് ദുഃഖിച്ചെന്നിരിക്കുക. അയ്യോ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നല്ലോ, ഞാൻ എങ്ങനെയാണിത് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ എനിക്ക് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ പിന്നീട് പരിതപിച്ചേക്കാം. പക്ഷെ ഇതിന് നമ്മൾ ബലിയാടാവുന്നത് എന്തിന്? അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും ഇരിക്കുന്നത് നന്നാണ്. ഇതൊക്കെ ജാതകവും ജ്യോതിഷവും ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഒരുപാട് ധ്യാനം ശീലിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതെല്ലാം ഒരുപാട് ഇതുപോലെ അതിജീവനത്തിന്റെ ഒരു അനന്തപാത തുറന്നു കിട്ടും. അതാണ് ഞാനിപ്പോൾ ചോദിക്കാൻ വന്നത്. അതായത് ഇതുപോലൊരു നക്ഷത്രദോഷമുണ്ടെന്ന് ഇപ്പൊ എൻ്റെ നക്ഷത്രത്തിന് അങ്ങനെ ഒരു ദോഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജപങ്ങൾ അതിനെ ഒരു പരിധി വരെ സഹായിക്കില്ലേ? അതെ, എങ്കിൽ പോലും ഞാൻ പറഞ്ഞതാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരാം. ഇത് എപ്പോൾ വരും എന്നറിയാനൊക്കത്തില്ല. പിന്നെ അത്രയും സൂക്ഷ്മ യാതൊരു വിധത്തിലും എന്നുവെച്ചാൽ കംഫർട്ട് സോണിൽ ജീവിക്കാനുള്ള മോഹം കൊണ്ടുള്ള ഭയത്താൽ അല്ല ഇത്. ജീവിതാവബോധത്തിന്റെ അതീവ സൂക്ഷ്മതയിലേക്ക് ധ്യാനമൊക്കെ ചെയ്യുന്ന ഒരാളുകളെത്തും. അപ്പൊ അവര് ഭയത്താൽ ജാഗ്രത പാലിക്കുന്നവരല്ല, ഈ ഭയം കൊണ്ട് ജാഗ്രത പാലിച്ച് ജീവിച്ചു പോകുന്നവരുണ്ട്. സാധാരണ മനുഷ്യർക്ക് അതുമില്ല, ആ അവബോധവും ഇല്ല, അവരെല്ലാം അന്ധമായി പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ കുറച്ചും കൂടെ ഗ്രേറ്റ് ആയിട്ടുള്ളവർ, കുറച്ചുകൂടെ ശ്രേഷ്ഠരായിട്ടുള്ളവർ ജീവിതത്തിൻ്റെ ഭയം, കാരണം എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ളത്. അടുത്ത ഒരു സുഖികളുണ്ട്, എപ്പോഴും സുഖത്തിൽ പോകണം എന്ന് നോക്കി, അവർക്കും ജാഗ്രത വരും. മൂന്നാമത് അങ്ങനെയല്ല, സൂക്ഷ്മൈക ദൃക്കുകൾ ഈ ധ്യാനത്തിലൂടെയൊക്കെ അതീവ സൂക്ഷ്മതയിൽ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് സ്വാഭാവികമായൊരു ജാഗ്രത ഉണ്ടായിരിക്കും. അവർ ജാഗ്രതയുടെ ആകത്തുകയായിരിക്കും, അവർ ജാഗ്രതയുടെ ഒരു നിറകുടമായിരിക്കും. അവർക്കൊക്കെ ഇതൊക്കെ എളുപ്പമായിട്ട് അതിജീവിച്ച് പോകാനൊക്കെ അതിനുവേണ്ടി അവരുടെ ബ്രെയിനിൽ ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഭാരതത്തിൽ ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ധ്യാനമൊക്കെ ജനകീയമായിരുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നല്ലോ. അന്ന് ഇതൊക്കെ ജനകീയമായി ഇവർക്ക് സംഭവിച്ചിരുന്നു. ഇപ്പൊ പിന്നെ ഈ ഇമോഷണൽ ജ്യോതിഷത്തിന്റെ ലോകമല്ലേ, ഇന്റലക്ച്വൽ ജ്യോതിഷം നടക്കുന്നില്ലല്ലോ. ഭൂരിപക്ഷവും ഇമോഷണൽ ജ്യോതിഷമാണ്. കാരണം വരുത്തി വയ്ക്കുന്ന ആപത്തുകൾ, ചിന്തയിലെ ആപത്തുകൾ, വികാരങ്ങൾ കൊണ്ടുള്ള ആപത്തുകൾ, ചിന്താശൂന്യത കൊണ്ട് വരുത്തുന്ന ആപത്തുകൾ, പിന്നെ അങ്ങനെ 1000 കാര്യങ്ങളല്ലേ. അവയ്ക്കിടയിൽ ഇതൊന്നും ഇത്ര പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കാൻ പറ്റിയ സമൂഹം ഇന്നില്ല എന്ന് തന്നെ പറയാം. സാർ പറഞ്ഞ ആ വാക്ക് ഭയങ്കര രസകരമായി തോന്നി. ഇമോഷണൽ ജ്യോതിഷവും ഇന്റലക്ച്വൽ ജ്യോതിഷവും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതെ, അപ്പൊ നമ്മള് ഇമോഷണൽ ജ്യോതിഷത്തെയാണോ കൂടുതൽ അപ്രോച്ച് ചെയ്യേണ്ടത്, അതോ ഇന്റലക്ച്വൽ ജ്യോതിഷത്തെ? ഇന്റലക്ച്വൽ ജ്യോതിഷം. ഇമോഷണൽ ജ്യോതിഷം എന്ന് പറയുമ്പോൾ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് പണ്ടും, എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ ഈശ്വര ഇതിന് സൂക്ഷ്മതയിൽ നിന്ന് സൂക്ഷ്മതയിലേക്കുള്ള, ഞാൻ ഏത് വിഷയം അറിഞ്ഞാലും
ഞാൻ എപ്പോഴും ഒരു ഗവേഷണ സ്വഭാവത്തിലാണ്. ഇപ്പോൾ പാട്ട് കേട്ടാലും ഇപ്പം പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ ശരീരത്തിലെ ഓരോ ചക്രങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഗവേഷണം. യോഗ ചെയ്യുമ്പോൾ, നന്നായി സംസാരിക്കുമ്പോൾ, എല്ലാത്തിലും ഞാൻ എപ്പോഴും ഗവേഷണമാണ്. അല്ല ഇന്നൊരു വിഷയമെന്നില്ല. നിങ്ങൾ നല്ലൊരു കറി വെച്ചിട്ട് ഒരു സസ്യ ഭക്ഷണം വെച്ചിട്ട് തന്നു കഴിഞ്ഞാൽ ആ സസ്യഭക്ഷണം രുചിക്കാൻ വേണ്ടി ഞാൻ ധ്യാനം കഴിഞ്ഞിട്ടേ വന്നിരിക്കൂ. എന്നെ വിളിക്കല്ലേ, ഞാൻ അരമണിക്കൂർ താങ്കൾ എന്താണ് വയ്ക്കാൻ പോകുന്ന കറി ഞാൻ ചോദിച്ചു. അതാണോ എങ്കിൽ അതിൻ്റെ സൂക്ഷ്മാംശം എൻ്റെ രസനയ്ക്ക്, എൻ്റെ നാവിന്, അല്ലെങ്കിൽ എൻ്റെ ഈ രസാസ്വാദന ശക്തി തരുന്ന ഗ്രന്ഥികൾക്ക്, സ്വാദുമുകുളങ്ങൾക്ക് എങ്ങനെയാകും എന്നുള്ളത് ചിന്തിച്ചിട്ട് ആ കുട്ടി എനിക്ക് നല്ല വിശിഷ്ടമായിട്ടൊരു കറിയാണല്ലോ വെച്ച് തരാൻ പോകുന്നത്. അപ്പോൾ അത് അത്രയോ സമർപ്പണത്തോടെ ആയിരിക്കും വെക്കുന്നത്. എങ്കിലും അത് സമർപ്പണത്തോടെ കഴിക്കാൻ ഞാൻ യോഗ്യനാണോ എങ്കിലും ഞാൻ കുറച്ചു നേരം ധ്യാനം ചെയ്യേണ്ടേ, എന്നിട്ടായിരിക്കും ഞാൻ പിന്നെ ആ കറി എടുത്തിട്ട് നാവിലേക്ക് വയ്ക്കുന്നത്. അപ്പോഴേ നമുക്ക് അതിൻ്റെ സൂക്ഷ്മത അറിയാനൊക്കെ. അങ്ങനെ ജീവിച്ചു പോകണം. അപ്പോഴും നമുക്ക് ഇതിൻ്റെ എല്ലാ മഹത്വങ്ങളും മനസ്സിലാക്കി പോകാനൊക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റലക്ച്വൽ ജ്യോതിഷം തന്നെയാണ് രസകരം. അതായത് എന്താണ് അടുത്തത് സംഭവിക്കാൻ അങ്ങനെയുള്ള ഒരു ജ്യോതിഷത്തിന് വരും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ജ്യോതിഷം നോക്കാൻ പലപ്പോഴും ഭാഗ്യം കിട്ടിയിട്ടുള്ളത് കൂടുതലായിട്ട് പണ്ട് 10-12 വർഷം മുമ്പ് ഞാൻ ഗൾഫിലേക്ക് പോകുമായിരുന്നു ജ്യോതിഷം നോക്കാൻ. അപ്പോൾ അവിടെ വെച്ച് ഈ എത്രയോ ലക്ഷം മലയാളികളുണ്ട്. അതിൽ ഒരു 5% പേര് അസാധാരണ സൂക്ഷ്മതയുള്ള ആളുകളാണ്. അവർ വലിയ 1000 കാര്യങ്ങൾ അടുക്കി ചിന്തിച്ച് ജീവിക്കുന്നവർ. അടുത്ത 2 വർഷത്തിനപ്പുറവും 20 വർഷത്തിനപ്പുറവും വരാവുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് ജീവിക്കുന്നവർ പോലും ഉണ്ട്. അങ്ങനെയുള്ള ഒരു ജ്യോതിഷത്തിന് വന്നപ്പോഴാണ് ഞാൻ ആകെപ്പാടെ ഒന്ന് ആ മേഖലയിൽ സന്തോഷിച്ചു. എന്ത് സൂക്ഷ്മമായിട്ട് ചോദിക്കുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടിയ പ്രതിഫലവും വലുതായിരുന്നു, അവർക്ക് ഞാൻ കൊടുത്ത ഒരു സർവീസും ഒരു സേവനവും വലുതായിരുന്നു. സ്നേഹം, സന്തോഷം, പിന്നെ ഇതിലൊക്കെ ഉപരി ബുദ്ധിയുടെ സുഖം, ബ്രെയിൻ സ്റ്റോമിങ് എന്നൊക്കെ പറയും. ബുദ്ധിയുടെ സുഖം. ഇത് ഇങ്ങനെ അങ്ങനെ അത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർ ചോദിക്കുകയും കുറഞ്ഞ സമയം കൊണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉത്തരം കൊടുക്കുകയും നമ്മുടെ കാര്യശേഷി, ജ്യോതിഷ മേഖലയിലെ കാര്യശേഷിയെ വികസിപ്പിക്കാനും അതറിയാതെ വികസിക്കാനും പറ്റിയൊരു അവസരമാണത്. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നതും ഇപ്പോഴും ഭാഗ്യം കൊണ്ട് ഈ വീഡിയോ കണ്ടും അല്ലാതെയും ഒക്കെ വരുന്നവരിൽ നല്ലൊരു ശതമാനം വളരെ ബോധവികാസമുള്ളവരും ബുദ്ധിമാന്മാരും ബോധവാന്മാരും ഒക്കെ ബോധവതികളും ഒക്കെയാണ് വരുന്നത്. അതൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. അതെ അതെ, നന്ദി സാർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.